നമ്മൾ സിനിമയ്ക്ക് മുമ്പ് അമിതമായ പ്രൊമോഷൻ നൽകിയിട്ട് എത്ര സിനിമകൾ ഇവിടെ ഓടാറുണ്ട്. നമ്മൾ തന്നെ പറയുകയാണ് നമ്മുടെ സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഭീകരമാണ്, അങ്ങനെ ഞാൻ പറയാറേ ഇല്ല. പ്രേക്ഷകർ തീരുമാനിക്കുന്നിടത്തേ വിജയമുള്ളൂ. പ്രേക്ഷകർ തന്നെയാണ് ഏറ്റവും വലിയ പ്രജകൾ. ആളുകൾ ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് ഡേ മോർണിംഗ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ആയിട്ട് എല്ലാവരും വന്ന് നല്ല പോസിറ്റീവ് കോമൻറ്റ്സ് പറഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ എല്ലാവരും മെസ്സേജസ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ലാലങ്കിൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഈ പടം ഇത്രയും വലിയ സക്സസ് ആയത്. വിജയം പ്രതീക്ഷിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ കാലമായിട്ട് ഈ പ്രോജക്റ്റ്, ഈ കഥയും ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുതരണം എത്രയോ വർഷങ്ങളുടെ ഒരു പ്രയത്നമാണ്. അപ്പോൾ നമുക്ക് മനസ്സിൽ ഇത് ഇങ്ങനെ ഇന്ന് നിങ്ങൾ പറയുന്ന പോലെ പറയാമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹം. അത് വലിയ സന്തോഷമല്ലേ? കാരണം വെച്ചാൽ ഇങ്ങനെ കഴിഞ്ഞിറങ്ങുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെയല്ല, കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഒരേ അഭിപ്രായം പറയുന്ന സിനിമകൾ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ആ ഒരു തരത്തിലൂടെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത് പ്രത്യേകിച്ച് എല്ലാവിധ പ്രേക്ഷകരും എന്ന് വെച്ചാൽ എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുന്ന പല കാര്യങ്ങളും ഇതിനകത്തുണ്ടെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു ചേരുവ ഉണ്ടാക്കി ഒരു സിനിമ ഹിറ്റാക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തരുൺമൂർത്തി ഉൾപ്പെടെ എൻ്റെ ടെക്നീഷ്യന്മാരുൾപ്പെടെ എല്ലാവരും, ലാലേട്ടൻ്റെയും ശോഭനയും അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ, പ്രകാശ് വർമ്മ എന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റുകളെല്ലാം, ഞാൻ പേര് പറഞ്ഞാൽ ഒരുപാട് പേര് പറയേണ്ടി വരും. പക്ഷേ എല്ലാവരും നോക്കുമ്പോൾ ഒരാളെപ്പോലും മാറ്റി നിർത്താൻ പറ്റില്ല. ഇതൊരു കൂട്ടായ്മയായിരുന്നു. കാരണം ഇതിൻ്റെ ബാക്കിൽ അത്രമാത്രം ടെക്നീഷ്യൻസ് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ആർട്ടിസ്റ്റുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതിൻ്റെ എഴുത്തുകാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതിൻ്റെ ഓഡിയോക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, JXB. എനിക്ക് ഇതിനകത്ത് അതാ പറഞ്ഞു, എല്ലാവരും ഒരേ മനസ്സോടെ ഏറ്റവും കൂടുതൽ നന്നാകണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമയാണിത്. അവരെല്ലാവരും അത്രമാത്രം കൂടുന്നതിൻ്റെ ഫലമാണ് ഈ സിനിമ. എനിക്ക് അങ്ങനത്തെ ഒരാളല്ല. എനിക്കിത് പ്രൊമോഷൻ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഈ പ്രൊമോഷൻ ഞാൻ ആലോചിച്ചുള്ളൂ. നമ്മൾ സിനിമയ്ക്ക് മുമ്പ് അമിതമായ പ്രൊമോഷൻ നൽകിയിട്ട് എത്ര സിനിമകൾ ഇവിടെ ഓടാറുണ്ട്. നമ്മൾ തന്നെ പറയുകയാണ് നമ്മുടെ സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഭീകരമാണ്, അങ്ങനെ ഞാൻ പറയാറേ ഇല്ല. എൻ്റെ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ പറഞ്ഞത്. ഞാൻ നല്ല സിനിമകൾ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇന്ന് നിങ്ങൾ പറയുന്നതാണ് എൻ്റെ സന്തോഷം. കാരണം ഇത് പ്രേക്ഷകർ തീരുമാനിക്കുന്നിടത്തേ വിജയമുള്ളൂ. പ്രേക്ഷകർ തന്നെയാണ് ഏറ്റവും വലിയ പ്രജകൾ. കാരണം നമ്മൾ അവരെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചാൽ, ഞാൻ എൻ്റെ സിനിമ സംസാരിക്കും, ഞാനല്ല സംസാരിച്ച്, ഞാൻ ചെയ്യുന്ന സിനിമ സംസാരിക്കും. ആ സിനിമ സംസാരിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ഹിറ്റ്. അതല്ലാതെ നമ്മൾ അതിനു മുമ്പ് സംസാരിക്കുന്നതോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. ഇതിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ലാലേട്ടനും ശോഭനയും നിങ്ങൾ സിനിമയെ കണ്ടപ്പോൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലായിടത്തും വന്നിട്ട് നമ്മൾ പ്രൊമോഷന് വേണ്ടി സംസാരിച്ച ആ ഒരു കൗതുകം പോകില്ലേ? അതിനേക്കാൾ നല്ലതല്ലേ സിനിമയിൽ കാണുന്ന കൗതുകം? അപ്പോൾ അതുപോലെ നമ്മളെല്ലാം ഒരു കൗതുകമായിട്ട് മാറണം. അപ്പോൾ അത് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. പിന്നെ ഓഫ്ലൈൻ പ്രൊമോഷൻസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ നമുക്ക് അങ്ങനത്തെ ഇതിൻ്റെ വിഷയം, നിങ്ങൾ സിനിമ കാണുന്നുണ്ട്, അങ്ങനത്തെ കണ്ടൻറ്റുകളോ കാര്യങ്ങളോ നമ്മൾ അധികം വിട്ടിട്ടില്ല. പക്ഷേ എനിക്ക് തരണമായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും, നല്ല ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സിനിമ സംസാരിക്കുമെന്നുള്ള പ്രതീക്ഷ നേരത്തെ ഉണ്ടായിരുന്നു. അത് സന്തോഷമാണ്. ഇപ്പോഴും ഇങ്ങനെ ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രേക്ഷകരോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. ഇത്രയും കാശ് മുടക്കുന്ന ആളുകളോട് നീതി പുലർത്താൻ സാധിക്കണം. ഒരുപാട് പടങ്ങളെടുത്ത് പരാജയപ്പെട്ട പടങ്ങളുമുണ്ട്. പക്ഷേ പരമാവധി നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, നീതി പുലർത്താത്ത പടങ്ങളുമുണ്ട്. പക്ഷേ എല്ലാം ഒരാൾക്ക് എന്നും ഹിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതൊരു ശ്രമം, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനല്ല, ഞാൻ രണ്ടും ഒരേ സമയത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും സീരിയൽസും വെബ് സീരീസും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് രണ്ടും ഒരേപോലെ കലയാണെന്ന്, മാധ്യമമാണെന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നല്ലതല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ വരാറില്ല. എനിക്ക് ആളുകൾ നമ്മളോട് അപ്രോച്ച് ചെയ്യാഞ്ഞിട്ടോ ഒന്നുമല്ല. ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ എൻ്റെ കഥ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നമ്മളെടുക്കുന്ന സിനിമ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നടക്കാത്തതാണ്. ഞാൻ ചെയ്യാതെ പോകുന്നത് അത്തരം സിനിമകളാണ്. അല്ലാതെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച സിനിമകൾ ചെയ്യുന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമായിട്ടും ഞാൻ പറയട്ടെ, നമ്മൾ സിനിമയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സിനിമ സംസാരിക്കണം, ഞാനല്ല കൂടുതലും പറയുന്നത്. അതിന് ശേഷം എനിക്ക് വേണേൽ സംസാരിക്കാം. അതും നമ്മൾ അമിതമായ അത് പറയുന്നല്ല. പക്ഷേ അത് ഇതിനകത്ത് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് കണ്ടിറങ്ങുന്നവരാണ് എല്ലാവരോടും പറഞ്ഞ ഇത്തരം ഒരു അവസ്ഥയുണ്ട്. ഇന്ന് ഈ റിലീസ് ചെയ്ത ഈ ദിവസം തന്നെ, ഇന്ന് തന്നെ 100ഓളം സ്ക്രീൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഞാൻ ചെയ്യുകയാണ്. കാരണം വെച്ചാൽ ആളുകളുടെ എല്ലാ സ്ഥലത്തു നിന്നും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ആളുകൾ കാണണമെന്ന് ആഗ്രഹത്തോടെ വരിക എന്ന് പറയുന്നതാണ്
നമ്മുടെ വിജയം. അതെ, സിനിമ കണ്ടായിരുന്നു. സിനിമ ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ അത് ഇത്രയും പ്രേക്ഷകർ ഏറ്റെടുത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ലാലങ്കുളം ശോഭന ആൻറ്റിയും അവർ സെറ്റ് വരുമ്പോൾ തന്നെ അതൊരു വേറൊരു വൈബായിരുന്നു. അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കത് വലിയ കാര്യമാണ്. പിന്നെ അവർ രണ്ടുപേരും ഓൺ ബോർഡ് ഈ സിനിമയിൽ വരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ബാക്കി എല്ലാവരെയും പോലെ ഞാൻ അതിനെക്കാട്ടും എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഒത്തിരി വർഷം എടുത്ത് ചെയ്തൊരു സിനിമയാണ്. ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട്. വലിയൊരു ടീമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആളുകൾ ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് ഡേ മോർണിംഗ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ആയിട്ട് എല്ലാവരും വന്ന് നല്ല പോസിറ്റീവ് കോമൻറ്റ്സ് പറഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ എല്ലാവരും മെസ്സേജസ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്തതിൽ അത്രയും സന്തോഷമുണ്ട്. അത് ലാലങ്കുളം അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സിനിമ കാണുവാണെങ്കിൽ മനസ്സിലാവും. 100 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൽ പല ദിവസവും രാത്രിയും മഴയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇത്രയും ഒരു ഒരു ഗ്രാൻഡിയറുള്ള ഒരു ആക്ടർ ഇത്രയും ദിവസം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ലാലങ്കുളം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഈ പടം ഇത്രയും വലിയ സക്സസ് ആയത്.